ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്വിസിഷൻ ഓഫ് ബിസിനസ്സിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്വിസിഷൻ ഓഫ് ബിസിനസ് എന്താണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പർച്ചേസ് കൺസിഡറേഷൻ, ഏതൊക്കെ രൂപത്തിൽ നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു അക്വിസിഷൻ ഓഫ് ബിസിനസ്. അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ തിയററ്റിക്കൽ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. സോ ആ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് കടന്നു വരിക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി, ഒരു പർച്ചേസിങ് കമ്പനീൻ്റെ അക്കൗണ്ടിങ് ബുക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പം രണ്ട് രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് അക്വിസിഷൻ ഓഫ് ബിസിനസ്സിന് ശേഷം പുതിയ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ അക്വിസിഷൻ ഓഫ് ബിസിനസ്സിന് ശേഷവും നിലവിലുള്ള കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ല, ഇങ്ങനെ രണ്ട് രൂപത്തിലാണുള്ളത്. ഒന്ന് പുതിയൊരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് നിലവിലുള്ള കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അക്വിസിഷൻ ഓഫ് ബിസിനസ്സിന് ശേഷം നമ്മൾ പുതിയൊരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ എന്തൊക്കെയായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, പുതിയൊരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ അവിടെ മെയിനായിട്ട് രണ്ട് ജേണൽ എൻട്രീസ് നമ്മൾ എഴുതണമെന്ന് പറഞ്ഞു. ഒന്ന്, ആ വെൻഡർ കമ്പനീൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഈ ഒരു പർച്ചേസിങ് കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്തുള്ള ഒരു ജേണൽ എൻട്രിയാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ആ പർച്ചേസിങ് കമ്പനി വെൻഡർ കമ്പനിക്ക് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്ന ഒരു ജേണൽ എൻട്രിയാണ്. ഇങ്ങനെ രണ്ട് ജേണൽ എൻട്രിയാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ആദ്യം പാസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. അക്വിസിഷൻ ഓഫ് ബിസിനസ്സിന് ശേഷം ഉള്ള ഒരു ബാലൻസ് ഷീറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാൻ പറ്റും. ഈ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സമ്മപ്പ് ചെയ്തിട്ട് പോകാം ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഫേം ആയിരുന്നു. എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സായിരുന്നു. അവർ 2:1 അവരുടെ പ്രോഫിറ്റ്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ പുതിയൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് ഇവരുടെ ബിസിനസ് സെല്ല് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ എക്സ് ആൻഡ് വൈൻ്റെ ബാലൻസ് ഷീറ്റാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. കാണാൻ പറ്റും, ലയബിലിറ്റി സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ അസറ്റ് സൈഡും ഉണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ കമ്പനീൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 lakh rupees ആയിരുന്നു. ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് 10 each. 2 ലക്ഷം ഷെയറിൻ്റെ വാല്യൂ 2 ലക്ഷമാണ്. സോ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 rupees ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 20,000 ആയിരിക്കും ഷെയർസിൻ്റെ എണ്ണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ വാല്യൂ ആണ് 2 lakh എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പുതിയ കമ്പനി എന്ന് പറയുന്നത് ഇവരെ ഏറ്റെടുക്കുന്നത്, അതായത് ഈ ഒരു എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന കമ്പനി, ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ ഏറ്റെടുക്കുന്നത്, എല്ലാ അസറ്റ്സും ഏറ്റെടുക്കുന്നുണ്ട്. എന്തിന്? ബുക്ക് വാല്യൂവിനാണ് ഏറ്റെടുക്കുന്നത്. അതായത് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ഷീറ്റിലുള്ള എന്ത് വാല്യൂ ആണോ ഉള്ളത് ആ ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂസിനാണ്, അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും പുതിയ കമ്പനി ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. എക്സെപ്റ്റ് ഫിക്സഡ് അസറ്റ്സ് ഒഴികെയുള്ള എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ഈ ബാലൻസ് ഷീറ്റ് വാല്യൂവിനാണ് ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നു. അപ്പം ഫിക്സഡ് അസറ്റ്സ് ഏറ്റെടുക്കുന്നത് എത്ര രൂപക്കാന്ന് പറയുന്നുണ്ട്? 32,000 അല്ലേ? ബാലൻസ് ഷീറ്റിലും കാണാൻ പറ്റും ഫിക്സഡ് അസറ്റ്സ് 30,000 ആണുള്ളത്. സോ ഈ പുതിയ കമ്പനി 30,000 പകരം 32,000 രൂപക്കാണ് ഈ ഫിക്സഡ് അസറ്റ്സ് ഏറ്റെടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ആ ബാലൻസ് ഷീറ്റിൽ കാണുന്ന അതേ വാല്യൂവിനാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വെച്ചാൽ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് 50,000 എന്നുള്ളതാണ്. പർച്ചേസ് കൺസിഡറേഷൻ പറഞ്ഞാൽ ഈ ബിസിനസ്സിന് ഇവർ കണ്ട വാല്യൂ എന്ന് പറയുന്നത്, വില എന്ന് പറയുന്നത് 50,000 രൂപക്കാണ്. 50,000 രൂപക്കാണ് ഈ ഒരു എക്സ് ആൻഡ് വൈ കമ്പനി എന്ന് പറയുന്ന ആ ഒരു പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്
പുതിയ കമ്പനിക്ക് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പർച്ചേസ് കൺസിഡറേഷൻ 50,000 ആണ് എന്നുള്ളതാണ്. അത് ഈ പർച്ചേസ് കൺസിഡറേഷൻ ഇവർ വെൻഡർ കമ്പനിക്ക് അല്ലെങ്കിൽ ഈ ഒരു X&Y പാർട്ണർഷിപ്പ് കമ്പനിക്ക്, പാർട്ണർഷിപ്പ് ഫേമിന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. 3000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് അല്ലേ, 3000 ഷെയർസ്, 10 രൂപേൻ്റെ 3000 ഷെയർസ് കൊടുക്കുന്നുണ്ട്. സോ അത് 12 രൂപക്കാണ് ഇഷ്യൂ ചെയ്തത്. 10 രൂപയാണ് അതിൻ്റെ വാല്യൂ, ഫേസ് വാല്യൂ എങ്കിലും 12 രൂപക്കാണ്, അതായത് 2 രൂപ പ്രീമിയത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഈ 3000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എത്രയായി, 3000 ഇൻറ്റു 12, 3000 ഷെയർസ് ഇൻറ്റു 12 രൂപ എന്ന് പറയുമ്പോൾ 36,000 രൂപയാണ്. ആ രൂപത്തിൽ പർച്ചേസ് കൺസിഡറേഷൻ ഷെയർസ് ആയിട്ട് തന്നെ കൊടുത്തു. ബാലൻസ് ഇൻ ക്യാഷ് എന്ന് പറഞ്ഞത്, അതായത് 36,000 നമ്മൾ ഷെയർസ് ആയിട്ട് കൊടുത്തു. ബാക്കി എത്ര ഉണ്ടാവും, 50,000 ആണ് ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ 50,000 നിന്ന് 36,000 പോയി കഴിഞ്ഞാൽ ബാക്കി 14,000 രൂപയാണ് എന്തെന്ന് പറയുന്നത്, ക്യാഷായിട്ട് ഇവർ വെൻഡർ കമ്പനിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. കുറച്ച് ഷെയർസായിട്ടും കുറച്ച് ക്യാഷായിട്ടും. പിന്നെ അവർ പറയുന്നുണ്ട് ഈ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പുതിയ കമ്പനി എക്സ്ട്രാ 5,000 ഷെയർസ് കൂടി ഇഷ്യൂ ചെയ്യുന്നുണ്ട് അറ്റ് പാർ അല്ലെ. 5,000 ഷെയർസും കൂടി, ഇത് കൂടാതെ 5,000 ഷെയർസ് ഫ്യൂച്ചറിൽ വീണ്ടും ഇവർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പാർ പറഞ്ഞാൽ 10 രൂപക്കാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ പറയുന്നത് വെച്ചാൽ ഇറ്റ് ആൾസോ ഇഷ്യൂഡ് 7% ഡിബെഞ്ചേഴ്സ് ഓഫ് ₹1 lakh അറ്റ് ₹95,000. അതുപോലെ തന്നെ ഡിബെഞ്ചേഴ്സ്, 7% ഡിബെഞ്ചേഴ്സ് 1 lakh ആണ് അതിൻ്റെ വാല്യൂ, പക്ഷേ ഇവർ 95,000-നാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് മീൻ ചെയ്യുന്നത് എന്താണ്, 1 lakh-ൻ്റെത് 95,000-ന് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 5,000 rupees ഡിസ്കൗണ്ട് കൊടുത്തു എന്നുള്ളതാണ് മീൻ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻ പറയുന്നത് കമ്പനി റിസീവ് ഓൾ മണി ഡ്യൂ ഓൺ ഷെയർസ് എക്സെപ്റ്റ് എ ഫൈനൽ കോൾ ഓഫ് ₹3 per share ഓൺ 250 ഷെയർസ്. അപ്പോൾ കമ്പനി 5,000 ഷെയർസ് ഇഷ്യൂ ചെയ്ത സമയത്ത് എല്ലാ എമൗണ്ടും ഇവർക്ക് കിട്ടി എന്നുള്ളതാണ്. എല്ലാ എമൗണ്ടും, ആ ഒരു 10 രൂപയിൽ എല്ലാ എമൗണ്ടും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, എക്സെപ്റ്റ് ഫൈനൽ കാൾ ഓഫ് 3 per share അല്ലേ. അപ്പം ചില ആളുകൾ, അതായത് 250 ഷെയർ എടുത്ത ആളുകൾ ആ 250 ഷെയറിൻ്റെ 3 രൂപ വെച്ചിട്ട് ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പം ആ ഒരു 5,000 ഷെയർസ് ഇഷ്യൂ ചെയ്യൽ ആകെ ഇവർക്ക് കിട്ടാത്ത എമൗണ്ട് എല്ലാം കിട്ടി, പക്ഷേ കിട്ടാത്തത് 250 ഷെയറിൻ്റെ ഒരു 3 രൂപ ഫൈനൽ കാളായിട്ട് കിട്ടാനുണ്ട് എന്നാണ് പറഞ്ഞത്. സോ അത്തരം ആ ഒരു 250 ഷെയർസിന് കിട്ടാത്തത് കൊണ്ട് അവരെ ഫോർഫീറ്റ് ചെയ്തു മീൻസ് ആ ഷെയറിനെ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അത് റീഇഷ്യൂ ചെയ്തു. വേറൊരാൾക്ക് ആ 250 ഷെയർസ് വേറെ ആളുകൾക്ക് എന്ത് ചെയ്തു, 8 രൂപക്കാണ് ഇവർ റീഇഷ്യൂ ചെയ്തത് എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഇത് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് 2,000 രൂപ വന്നിട്ടുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസസ് ആയിട്ട് 2,000 രൂപ ഇൻകർ ചെയ്തെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ടു റൈറ്റ് ഓഫ് ഡിബെഞ്ചർ ഡിസ്കൗണ്ട്. അതായത് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്ത സമയത്ത് നമ്മൾ 10 രൂപയ്ക്ക് പകരം 12 രൂപ അല്ലേ, 2 രൂപ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നമുക്ക് കിട്ടിയ ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ഡിബെഞ്ചർ ഡിസ്കൗണ്ട് ചെയ്യാൻ അല്ലേ. ഡിബെഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. 1,00,000-ന് പകരം 95,000 രൂപയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ 5,000 ഡിസ്കൗണ്ടാണ്. അപ്പോൾ ആ സെക്യൂരിറ്റി പ്രീമിയവും ഡിബെഞ്ചർ ഡിസ്കൗണ്ടും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്ത് പോകുന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത് ഡിബെഞ്ചർ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മോട് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഗിവ് നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് കമ്പനി ആൻഡ് പ്രിപ്പയർ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ നെസസറി ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ജേണൽ എൻട്രീസ് ആണ് അല്ലേ. അത് നമ്മോട് പറഞ്ഞിട്ടുള്ളത് ജേണൽ എൻട്രീസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അക്യൂസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നാം പറഞ്ഞു കഴിഞ്ഞു 2 ജേണൽ എൻട്രീസാണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ പാസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ. അക്യൂസിഷൻ ഓഫ് ബിസിനസ്സിൻ്റെ കേസിൽ, അതായത് പുതിയൊരു ബുക്സാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അക്യൂസിഷന് ശേഷം ഒരു പുതിയ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ജേണൽ എൻട്രീസ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പാസ് ചെയ്യണം. ഒന്ന് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഈ ഒരു കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന ജേണൽ എൻട്രിയും, രണ്ടാമത്തത് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ വെൻഡർ കമ്പനി കൊടുക്കുന്ന ജേണൽ എൻട്രിയും. ഓക്കെ. അപ്പോൾ ആദ്യം അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഏതൊക്കെ അസറ്റ്സ് ആണോ
നമ്മൾ ഏറ്റെടുക്കുന്നത്, ടേക്ക് ഓവർ ചെയ്യുന്നത്, അതിനെ ഡെബിറ്റ് ചെയ്യുകയും ഏതൊക്കെ ലയബിലിറ്റീസാണ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നത് അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. അപ്പോൾ ഏതൊക്കെ അസറ്റാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് നോക്കാം. ഫിക്സഡ് അസറ്റ്സ് അല്ലേ, നമ്മൾ എല്ലാ അസറ്റ്സും ഏറ്റെടുക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് ഫിക്സഡ് അസറ്റ്സ് കാണുന്നുണ്ട് അല്ലേ. 30,000 ആണ് ബാലൻസ് ഷീറ്റ് വാല്യൂ. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു ഫിക്സഡ് അസറ്റ്സ് കമ്പനി ഏറ്റെടുക്കുന്നത് 32,000 രൂപക്കാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ബാലൻസ് ഷീറ്റ് വാല്യൂ അല്ല കാണിക്കേണ്ടത്, കമ്പനി ഏറ്റെടുക്കുന്ന വാല്യൂ ആണ് കാണിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ 32,000 എന്ന് കാണിച്ചത്. പിന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് 12,000, ഡെറ്റേഴ്സ് 20,000, ക്യാഷ് 8,000 അല്ലേ. അതേപോലെ തന്നെ നമ്മളോട് എഴുതി വെച്ചു, അതിന് മാറ്റങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് 12,000, ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 20,000, ക്യാഷ് ഓർ ബാങ്ക് 8,000. ഇത്രയാണ് നമ്മൾ അസറ്റ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഗുഡ് വിൽ എന്ന് പറയുന്നത് അവിടെ ബാലൻസിങ് ഫിഗറാണ്, അത് നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ദെൻ ക്രെഡിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നോക്കാം. ക്രെഡിറ്റ് ചെയ്തത് എന്തൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ ലയബിലിറ്റീസാണ് ഏറ്റെടുത്തത് അതാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അവിടെ നോക്കാം ഏതൊക്കെ ലയബിലിറ്റീസ് ഏറ്റെടുത്തത്. ഓക്കെ, ഇവിടെ കമ്പനിക്ക് എല്ലാ ലയബിലിറ്റി എന്ന് പറയുന്നത് ലോൺ ഫ്രോം വൈ എന്നുള്ളുണ്ട്, പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സും ഉണ്ട്. അതാണ് ലയബിലിറ്റീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നുമില്ല, അതേ വാല്യൂവിന് തന്നെയാണ് ഇവർ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ക്രെഡിറ്റ് ചെയ്യുന്ന ലോൺ ഫ്രോം വൈ എത്ര രൂപയാണ് 14,000, സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 10,000. ഓക്കെ, പിന്നെ നമ്മൾ ആ ജേണൽ എൻട്രിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസറ്റ്സ് ഡെബിറ്റ് ചെയ്തു, ലയബിലിറ്റീസ് ക്രെഡിറ്റ് ചെയ്തതിന് ശേഷം വെൻഡർ അക്കൗണ്ട് എന്ന് പറയുന്നത്, വെൻഡർ അക്കൗണ്ട് പറഞ്ഞാൽ ആരാണോ ഈ ഒരു ബിസിനസ് സെല്ല് ചെയ്യുന്നത് അല്ലേ, അയാളെ അക്കൗണ്ടും കൂടി നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യും. അതാണ് വെൻഡർ അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. ആരാണോ ഇത് പർച്ചേസ് ചെയ്യുന്ന സെല്ല് ചെയ്യുന്ന കമ്പനി, സോ അവരെ എന്ത് ചെയ്യണം, അവർ എത്രയാണോ അവരുടെ പർച്ചേസ് കൺസിഡറേഷൻ അവർക്ക് കൊടുത്തത് ആ എമൗണ്ടിന് അവർ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ടു വെൻഡർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 50,000 എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്ത പർച്ചേസ് കൺസിഡറേഷനാണ് 50,000, അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവില്ല. അതായത് ഇവിടെ നമ്മൾ ക്രെഡിറ്റ് നമ്മൾ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ, അതായത് 14,000 + 10,000 + 50,000 ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 74,000 രൂപയാണ് നമുക്ക് കിട്ടുക. 74,000 ആണ് നമുക്ക് ക്രെഡിറ്റ് സൈഡ് കിട്ടുക. സോ ഡെബിറ്റ് സൈഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 72,000 കിട്ടുള്ളൂ. ക്രെഡിറ്റ് സൈഡ് 74,000ഉം ഡെബിറ്റ് സൈഡ് 72,000ഉം ആണ്. അപ്പം എന്താണ്, ഡെബിറ്റ് സൈഡ് അവിടെ 2,000 രൂപ കുറവാണെന്നുള്ളതാണ്. 2,000 രൂപ ഡെബിറ്റ് സൈഡിൽ കുറവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെബിറ്റ് സൈഡിലാണ് കുറവ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടാണ് ബാലൻസിങ് ഫിഗർ ചെയ്തുക. ഓക്കെ, ഡെബിറ്റ് സൈഡാണ് കുറവ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടാണ് ബാലൻസിങ് ഫിഗർ കാണിക്കുക. ഇനി ക്രെഡിറ്റ് സൈഡാണ് കുറവ് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡാണ് കുറവ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഗുഡ് വിൽ അതിന് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ 2,000 എന്ന് കാണിച്ചു. അതാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി. നരേഷൻ കൊടുത്തു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. അപ്പം ആ ഒരു വെൻഡർ കമ്പനീൻ്റെ എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ഈ ഒരു പുതിയ കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് വന്നു. ആ ജേണൽ എൻട്രിയാണ് ഇത്, ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ പറഞ്ഞത്, നമ്മൾ ഈ വെൻഡർ കമ്പനിക്ക് അല്ലേ, നമ്മൾ ആരിൽ നിന്നാണോ പർച്ചേസ് ചെയ്തത്, സോ അയാൾക്ക് നമ്മൾ ഇതിൻ്റെ ക്യാഷ് കൊടുക്കണം അല്ലേ. അയാളുടെ ബിസിനസ്സിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള ക്യാഷ് നമ്മൾ അയാൾക്ക് കൊടുക്കണം അല്ലേ. അയാൾക്ക് ആ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ അടുത്തത് എഴുതുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾക്ക് ഏതൊക്കെ രീതിയിലാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് ഷെയർസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, 3,000 ഷെയർസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കി നമ്മൾ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ജേണൽ എൻട്രി നോക്കാം. അപ്പോൾ ഇത് കൊടുക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ വെൻഡറാണ് അല്ലേ, ആരാണോ ഇതിൻ്റെ സെല്ലിങ് കമ്പനി, സോ അയാളെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ. നേരത്തെ മുന്നത്തെ ജേണൽ എൻട്രി നമ്മൾ 50,000 രൂപയ്ക്ക് അയാളെ ക്രെഡിറ്റ് ചെയ്യുന്നു, അതേ എമൗണ്ടിന് നമ്മളെ തിരിച്ച് അയാളെ ഡെബിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ക്യാൻസൽ ചെയ്ത് പോവുള്ളൂ. അപ്പം ആ 50,000 രൂപയ്ക്ക് മുകളിൽ ക്രെഡിറ്റ് ചെയ്ത അതേ 50,000 രൂപയ്ക്ക് നമ്മളിവിടെ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് 50,000 ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് അയാൾക്ക് നമ്മൾ എന്തൊക്കെ രൂപത്തിലാണ് കൊടുക്കുന്നത്, 50,000 ഷെയർ ക്യാപിറ്റൽ 3,000 ഷെയർസാണ് കൊടുക്കുന്നത്. അപ്പോൾ 3,000 × 10 ബ്രാക്കറ്റിൽ കാണാൻ പറ്റും. 3,000 × 10 30,000 എന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 രൂപ പ്രീമിയത്തിനാണ് നമ്മൾ ഈ ഒരു 3,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ടു സെക്യൂരിറ്റി പ്രീമിയം, അത് ക്രെഡിറ്റാണ് ചെയ്യേണ്ടത്. ടു സെക്യൂരിറ്റി പ്രീമിയം ബ്രാക്കറ്റിൽ 3,000 ഷെയർസ് × 2 രൂപയാണ് പ്രീമിയം. അപ്പോൾ 3,000 × 2 6,000 രൂപ. പിന്നെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ 36,000 രൂപയായി. ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50,000 36,000 പോയാൽ ബാക്കി ബാലൻസിങ് ഫിഗർ 14,000 രൂപയുള്ളത്. സോ അത് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കാണിക്കും.
അതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി. അതിൻ്റെ നരേഷൻ നമ്മൾ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് കാണിക്കും. അപ്പോൾ ആ ഒരു അക്വിസിഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രി ഇവിടെ കഴിഞ്ഞു. ഈ 2 ജേണൽ എൻട്രി മാത്രമാണ് പുതിയ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ ഒരു ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 2 ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മളോട് അഡീഷണലായിട്ട് ഇവിടെ പറഞ്ഞൊരു ഇതാണ് എന്ത് കാണാൻ പറ്റും ക്വസ്റ്റ്യനിൽ അല്ലേ, ദ കമ്പനി ഇഷ്യൂഡ് 5000 ഷെയർസ് അറ്റ് പാർ അല്ലേ, 5000 ഷെയർസ് കൂടുതലായിട്ട് കമ്പനി ഇഷ്യൂ ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ അതിലെല്ലാ എമൗണ്ടും കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്, 10 രൂപയിൽ എല്ലാ എമൗണ്ടും കിട്ടിയിരുന്നു. പക്ഷേ എക്സെപ്റ്റ് 250 ഷെയറിൻ്റെ 3 രൂപ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. അതും ഫൈനൽ കാളാണ് ഇവിടെ 3 രൂപ എന്ന് പറയുന്നത്. ഫൈനൽ കാളാണ് 3 രൂപ എന്ന് പറയുന്നത്. അപ്പം ഷെയർ അപ്ലിക്കേഷൻ മണി ഉണ്ടാവും, അലോട്ട്മെൻറ്റ് മണി ഉണ്ടാവും, ഫസ്റ്റ് കാൾ, ഷെയർ ഫസ്റ്റ് കാൾ, ഷെയർ സെക്കൻഡ് കാൾ, ഷെയർ ഫൈനൽ കാൾ, ഇങ്ങനെ ആയിരിക്കും ഇവരിങ്ങനെ ഈ ഒരു എമൗണ്ട് വിളിക്കുക അല്ലേ. ഈ 10 രൂപ എന്ന് പറയുന്നത് കമ്പനിക്ക് കിട്ടാനുള്ള 10 രൂപ എന്ന് പറയുന്നത് ഒരുമിച്ച് അവർ കളക്ട് ചെയ്യണമെന്നില്ല. ആദ്യം ചിലപ്പം ഷെയർ ആപ്ലിക്കേഷൻ മണീൻ്റെ കൂടെ 2 രൂപ വാങ്ങും, പിന്നീട് ഷെയർ ഫസ്റ്റ് കാളിൻ്റെ കൂടെ ഒരു 3 രൂപ വാങ്ങും, പിന്നീട് ഷെയർ അലോട്ട്മെൻറ്റ് പറഞ്ഞിട്ട് ഒരു 2 രൂപ, അങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് ഈ 10 രൂപ ഇവർ ഈ ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവർ ഫൈനൽ കോൾ എന്ന് പറയുന്നത് 3 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് മണി എന്ന് പറയുന്നത് 7 രൂപയായിരിക്കും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക അല്ലേ. 7 രൂപയായിരിക്കും, അങ്ങനെയാണെങ്കിൽ 10 രൂപ ഉണ്ടാവുള്ളൂ ടോട്ടൽ. അപ്പോൾ ഇവിടെ അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതാൻ പോകുന്നത് 5000 ഷെയർസ് ഇഷ്യൂ ചെയ്തതിൻ്റെ ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അടുത്ത 3ാമത്തെ ജേണൽ എൻട്രി ആയിട്ട് കാണാൻ പറ്റും ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ്. അതായത് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് മണിയായിട്ട് നമുക്ക് കിട്ടുന്നു. സോ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു ടു ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എപ്പോഴും ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് 5000 ഷെയർസാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. അതുകൊണ്ടാണ് 5000 എന്നുള്ളത് കാണിച്ചത് ഇൻറ്റു 7. കാരണം ടോട്ടൽ 10 രൂപയിൽ 3 രൂപയാണ് ഫൈനൽ കാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഷെയർ ഫൈനൽ കാൾ 3 രൂപയാണെങ്കിൽ 10 - 3 ബാക്കി 7 രൂപയായിരിക്കും എന്ത് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 5000 × 7 35,000 റുപ്പീസ് എന്നുള്ളത് നമ്മൾ ആ ഒരു ജേണൽ എൻട്രി കാണിച്ചു. ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ 35,000 ടു ഷെയർ ക്യാപിറ്റൽ 35,000. അപ്പോൾ അത് ക്ലിയറായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 5000 ഷെയർസാണ് ഇൻറ്റു 7 എന്ന് പറയാനുള്ള കാരണം ആദ്യം നമ്മൾ ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് വിളിച്ചതിന് ശേഷമാണ് ഫൈനൽ കാളിലേക്ക് പോകുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ വിളിച്ചത് ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻ്റ് ആണ്. സോ അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതി. അപ്പോൾ എൻ്റെ നരേഷൻ കാണാൻ പറ്റും അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് ഡ്യൂ ഓൺ 5000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹7 ഈച്ച്. അപ്പോൾ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി എന്നുള്ളതാണ്, കൊടുക്കാനായി എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇനി ആ ഒരു എമൗണ്ട് ഈ ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കുന്ന ഒരു ജേണൽ എൻട്രിയാണ് അല്ലേ. ആദ്യം ഡ്യൂ ആയി, ദെൻ അത് അവർ ആ കമ്പനിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് 35,000 ഡെബിറ്റ് ചെയ്തു, അതേ സെയിം എമൗണ്ടിന് നമ്മൾ ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോഴാണിത് ക്ലോസ് ചെയ്ത് പോകുള്ളൂ. ദെൻ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുന്നത്, അതുകൊണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 35,000, ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 35,000, നരേഷൻ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഫൈനൽ കോള് നമ്മൾ ഡ്യൂ ആക്കാനുള്ള ജേണൽ എൻട്രിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ജേണൽ എൻട്രി കാണാൻ പറ്റും ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ഫൈനൽ കാൾ എന്ന് പറയുന്നത് 3 രൂപയാന്ന് പറഞ്ഞു. അപ്പോൾ 5000 ഷെയറിന് 3 രൂപ വെച്ചിട്ട് 5000 × 3 15,000 രൂപയാണ് ഷെയർ ഫൈനൽ കാളായിട്ട് നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ അത് നരേഷൻ ഫൈനൽ കോൾ മണി ഡ്യൂ ഓൺ 5000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹3 പെർ ഷെയർ. അപ്പം ഷെയർ ഫൈനൽ കാൾ നമ്മൾ ഡ്യൂ ആയതായിട്ട് ജേണൽ എൻട്രി കാണിച്ചു. ഇനി ആ ഒരു ഷെയർ ഫൈനൽ കാൾ നമുക്ക് കിട്ടുന്നതായിട്ട് കാണിക്കണം. അപ്പോൾ എൻട്രി എന്ത് തരിക, ക്യാഷ് കിട്ടുന്നു. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കാൾ അക്കൗണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 15,000 രൂപ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നില്ല. കാരണം എന്താ, അതിൽ 250 ഷെയർസ് എടുത്ത ആളുകൾ 3 രൂപ കൊടുത്തിട്ടില്ല അല്ലേ, ഈ ഫൈനൽ കാൾ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5000 നിന്ന് 250 ഷെയർസിനെ മൈനസ് ചെയ്യണം. അതായത് 5000 നിന്ന് 250 ഷെയർസിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഷെയർ ഉണ്ടാവും, 4750 ഷെയർസാണ്. സോ ആ 4750 ഷെയർസാണ് 3 രൂപ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 14,250 കിട്ടും. ഓക്കെ,
അപ്പോൾ 250 ഷെയർസിൻ്റെ ക്യാഷ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ 5000 നിന്ന് 250 ഷെയർ നമ്മൾ മൈനസ് ചെയ്തത്. കിട്ടിയ എമൗണ്ട് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 14,250 രൂപ കിട്ടിയതായിട്ട് കാണിച്ചു, 15,000 കിട്ടാനുള്ളതിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഈ 250 ആൾക്കാരെ കിട്ടാത്തത് കൊണ്ട് അവരെ ക്യാൻസൽ ചെയ്യുക, അതായത് ഷെയറിനെ നമ്മൾ ഫോർഫീറ്റ് ചെയ്യാണ്. ഫോർഫീറ്റ് ചെയ്യാൻ നമ്മൾ അവരെ എഴുതി തള്ളാം, അല്ലേ, നമ്മൾ ആ ഒരു ഷെയറിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രിയാണ്, ഫോർഫീറ്റ് ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രിയാണ് അടുത്തത് കാണാൻ പറ്റും. എന്താണ് ഫോർഫീറ്റ് ചെയ്യുമ്പോൾ എൻട്രി ഇങ്ങനെയാണ്. നമ്മൾ ഷെയർ ക്യാപിറ്റലിൻ്റെ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുമ്പം ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പം ക്രെഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ, ഫോർഫീറ്റ് ചെയ്യുമ്പം ആ ഷെയർ ക്യാപിറ്റലിന് അത്രയും എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ആ ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോകുള്ളൂ, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്തു. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ്? 250 ഷെയർസാണ്. ഒരു ഷെയറിൻ്റെ വാല്യൂ 10 രൂപയാണ്. അപ്പോൾ ഫുൾ എമൗണ്ട് ഇവിടെ കാണിക്കണം. അപ്പോൾ 250 × 10 2500 രൂപ. പിന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ട എന്താണ്? ടു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ടു ഷെയർ ഫൈനൽ കാൾ അക്കൗണ്ട്. അപ്പോൾ ഇത്ര മനസ്സിലാക്കേണ്ടുള്ളൂ. നമ്മൾ ഫോർഫീച്ചർ ഓഫ് ഷെയർസിൻ്റെ ജേണൽ എൻട്രി എഴുതുമ്പോൾ ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയാണോ അവരുടെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലേ, ഇവർ ഡിഫോൾട്ട് വരുത്തിയ 250 ആൾക്കാരിൽ നിന്ന് എത്ര രൂപ നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട് അതാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് പറഞ്ഞാൽ 250 × 7 ആണ്. 250 × 7, 250 ഷെയർസിന് അവർ ആദ്യത്തെ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് 7 രൂപ തന്നിട്ടുണ്ട്. അതാണ് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് 1750 രൂപ. ഇനി ടു ഷെയർ ഫൈനൽ കോൾ എന്ന് പറഞ്ഞതാണ് കിട്ടാത്ത എമൗണ്ടാണ് പിന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 250 × 3, 250 ഷെയറിന് 3 രൂപ വെച്ചാണ് കിട്ടാത്തത്. സോ 750 രൂപ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക. അതിനുശേഷം ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ അവരിൽ നിന്ന് ആദ്യം കിട്ടിയത് അത് ക്രെഡിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എത്രയാണോ ഇനി കിട്ടാനുള്ളത്, അല്ലേ, എത്രയാണോ ഇനി കിട്ടാനുള്ളത് അല്ലെങ്കിൽ കിട്ടാത്തത് എത്രയാണോ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പം കിട്ടിയതും ക്രെഡിറ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ ഇനി കിട്ടാനുള്ളതും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ജേണൽ എൻട്രിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നരേഷൻ നമ്മൾ കൊടുത്തു. ഫോർഫീച്ചർ ഓഫ് 250 ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ മണി, അല്ലേ, ഫൈനൽ കോൾ മണി കൊടുക്കാത്തത് കൊണ്ട് 250 ഷെയർ നമ്മൾ ഫോർഫീറ്റ് ചെയ്തു. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോർഫീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ അത് റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതായത്, അല്ലേ, ഈ ഒരു ഷെയർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 250 ഷെയർ നമ്മൾ വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റും, അല്ലേ, വേറെ ആൾക്ക് 250 ഷെയർ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും, അല്ല. ഇവിടെ കാണാൻ പറ്റും റീഇഷ്യൂഡ് അറ്റ് ₹8 ഈച്ച്, 8 രൂപക്കാണ് നമ്മൾ ആ ഒരു ഷെയർ നമ്മൾ വേറൊരാൾക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രിയാണ് നമ്മൾ അടുത്തത്. നമ്മൾ ഫോർഫീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത എൻട്രി അത് റീഇഷ്യൂ ചെയ്യുന്ന എൻട്രിയാണ്. കാണാൻ പറ്റും. റീഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ്? റീഇഷ്യൂ ചെയ്യുന്ന പറയുമ്പം നമുക്ക് ക്യാഷ് കിട്ടണമല്ലേ, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്താൽ നമുക്ക് ക്യാഷ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിന് എത്ര രൂപയ്ക്കാണ് ഡെബിറ്റ് ചെയ്തത്? 8 രൂപയാണ്. 8 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ 8 രൂപ അവർ തരുള്ളൂ. അപ്പോൾ 250 × 8, 250 ഷെയറിന് 8 രൂപ വെച്ചാണ് അവർ ക്യാഷായിട്ട് കിട്ടുന്നത്. അപ്പോൾ 2000 രൂപ ഡെബിറ്റ് ചെയ്തു. ഇനി ബാക്കി 2 രൂപ കൂടി ഉണ്ടല്ലേ, 10 രൂപേൻ്റെ ഷെയറാണുള്ളത്. അത് 8 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു എന്ന് പറയുമ്പോൾ 8 രൂപ അവർ തരുള്ളൂ. പക്ഷേ 2 രൂപ എന്ന് പറയുന്നത് എന്താണ്? ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് നമ്മൾ എടുക്കണം. അതായത് നേരത്തെ നമ്മൾ ഇവിടെ ഒരു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് കാണാൻ പറ്റും, അല്ലേ, ഇവിടെ മേലെ ടു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ഒരു 1750 രൂപ ഉണ്ട്, അല്ലേ. അവർ തന്ന എമൗണ്ടാണ് 1750 രൂപ. അതിൽ നിന്ന് ഒരു 2 രൂപ, അല്ലേ, ആ 7 രൂപയിൽ അവർ തന്ന 7 രൂപയിൽ ഒരു 2 രൂപ ഈ ഒരു ഇതിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്യും. കാരണം, അല്ലേ, അവർ തരാതെ 7 രൂപ തന്നിട്ടുണ്ട്, 3 രൂപ തന്നിട്ടില്ല. അപ്പോൾ 7 രൂപ തന്നതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലേ. ഈ ഒരു റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പുതിയ ആൾ 8 രൂപ മാത്രമേ അതിന് തരുള്ളൂ. ബാക്കിയുള്ള 10 രൂപ ആണെങ്കിൽ ബാക്കിയുള്ള 2 രൂപ എന്ന് പറയുന്നത് മേലെ പറഞ്ഞിട്ടുള്ള അവർ ആൾറെഡി മുന്നത്തെ ആളുകൾ ഷെയർ ഹോൾഡേഴ്സ് തന്നിട്ടുള്ള ആ 2 രൂപ ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് 250 × 2 500. അപ്പോൾ ടോട്ടൽ എത്രയായി? 2500 രൂപ. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 250 × 10, അല്ലേ, 250 ഷെയറിന് 10 രൂപയാണ്. അപ്പം 2500 രൂപ. അപ്പോൾ ഇങ്ങനെയാണ് റീഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്ന് പറയുന്നത്. ക്യാഷ് കിട്ടിയ എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു.
ഇനി ബാക്കി ആ 2 രൂപ എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അല്ലെങ്കിൽ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു, ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതുന്നു. അപ്പോൾ അതാണ് ആ ഒരു അതിൻ്റെ റീഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. പിന്നെ അതിന് ശേഷം നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ കമ്പനി ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമുക്ക് കാണാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. ഇറ്റ് ആൾസോ ഇഷ്യൂഡ് 7% ഡിബഞ്ചേഴ്സ് ഓഫ് ₹1 lakh അറ്റ് ₹95,000. അപ്പോൾ 1 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പുറമെ അത് 1 ലക്ഷത്തിൻ്റെ ആണ് അതിൻ്റെ പാർ വാല്യൂ എങ്കിലും പക്ഷേ ₹95,000 ഇഷ്യൂ ചെയ്തത്. അതായത് ₹5,000 ഡിസ്കൗണ്ടിനാണ് ഇവർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രിയാണ് അടുത്ത് നമ്മൾ എഴുതാൻ പോണത്. അപ്പം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ എൻട്രി വരിക? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ സാധാരണ പോലെ തന്നെ ക്യാഷ് നമുക്ക് ഇടല്ലേ, ബാങ്കിലെ ഡെബിറ്റ് ചെയ്യും അല്ലേ, അത്രയും എമൗണ്ട് നമുക്ക് കിട്ടുകയാണ്. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 95,000. ഇവിടെ 95,000 എഴുതാൻ പറ്റുള്ളൂ, കാരണം ക്യാഷ് ആയിട്ട് 95,000 കിട്ടണുള്ളൂ അല്ലേ. 5,000 രൂപ ഡിസ്കൗണ്ട് ആണ്, 1 ലക്ഷത്തിൽ 5,000 രൂപ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് 95,000 മാത്രം ക്യാഷ് ആയിട്ട് കാണിക്കുന്നു. ഇനി ആ ബാക്കിയുള്ള 5,000 എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ആയിട്ടാണ് കാണിക്കുന്നത്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 5,000 ഡെബിറ്റ് ചെയ്യുന്നു ടു 7% ഡിബഞ്ചേഴ്സ്, ടോട്ടൽ 1 lakh കാണിക്കുന്നു. ഓക്കെ, അപ്പം കിട്ടിയ എമൗണ്ട് 95,000 ആണ്. 5,000 രൂപ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചേഴ്സ് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യുന്നു ടു 7% ഡിബഞ്ചേഴ്സിന് 1 lakhന് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി, നരേഷൻ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് എ ഡിസ്കൗണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻകർ ചെയ്തു എന്ന് പറയുന്നുണ്ട്, കാണാൻ പറ്റും. ദ പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കമ്പനി ആർ എമൗണ്ട് ഓഫ് ₹2,000 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രിയാണ് അടുത്തത് നമ്മൾ എഴുതാൻ പോണത് അല്ലേ. പ്രിലിമിനറി എക്സ്പെൻസസ് വരുന്ന സമയത്ത് എൻട്രി എന്ത് തരിക? എക്സ്പെൻസ് വരുമ്പോൾ നമ്മൾ ഡെബിറ്റാണ് ചെയ്യുക. അപ്പം പ്രിലിമിനറി എക്സ്പെൻസ് ഒരു എക്സ്പെൻസ് ആയതുകൊണ്ട് ആ എമൗണ്ടിനെ അവർ ഡെബിറ്റ് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു അല്ലേ. എക്സ്പെൻസ് വരുമ്പം ക്യാഷ് പോവും. അപ്പോൾ അതുകൊണ്ട് പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് 2,000 എന്ന് കാണിച്ചു. ഇനി നമ്മളോട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റി പ്രീമിയത്തിന് നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചറായിട്ട് സെറ്റിൽ ചെയ്യുക എന്നുള്ളൊരു ഇതുകൂടി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ടു റൈറ്റ് ഓഫ് ഡിബഞ്ചർ ഡിസ്കൗണ്ട്. നമുക്ക് കിട്ടിയ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത് എത്ര? നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതായത് നമ്മൾ 3,000 ഷെയർ ഇഷ്യൂ ചെയ്തപ്പം 2 രൂപ അല്ല, 10 രൂപയ്ക്ക് പകരം 12 രൂപയാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ അവിടെ 2 രൂപ പ്രീമിയമാണ് അല്ലേ. അപ്പം 3,000 ഷെയർസിന് 2 രൂപ എന്ന് പറയുമ്പോൾ 6,000 രൂപ നമ്മളവിടെ എഴുതിയിട്ടുണ്ടാവും. 6,000 രൂപ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ, ഇവിടെ കാണാൻ പറ്റും. യെസ്, കണ്ടോ, സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിട്ട് 6,000 രൂപ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട് അല്ലേ. 6,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 6,000 രൂപ വെച്ചിട്ട് ഈ 6,000 രൂപ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്തുള്ള ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് വേണ്ടി ഈ 6,000 നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ 6,000 യൂട്ടിലൈസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡിബഞ്ചർ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് എത്ര രൂപക്കാണ് നമ്മൾ ഡിബഞ്ചർ ഡിസ്കൗണ്ട് ചെയ്ത് 5,000 രൂപയാണ് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്ത് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ 6,000 രൂപ സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്, അതിൽ 5,000 രൂപ മാത്രമേ നമ്മൾ ഈ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്തുള്ള ഡിസ്കൗണ്ട് കൊടുക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് 1,000 രൂപ അവിടെ ഉണ്ട്. ആ 1,000 രൂപ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം എന്നാണ് കാണിക്കും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ അതിൻ്റെ ജേണൽ എൻട്രിയാണ്. ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം ഇതും ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചറും നമ്മൾ സെറ്റിൽ ചെയ്യുന്ന ഒരു ജേണൽ എൻട്രി അവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചർ 5,000. അപ്പോൾ നേരത്തെ സെക്യൂരിറ്റി പ്രീമിയം അവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ് 6,000 കാണിച്ചത്. സോ ഇവിടെ നമ്മൾ അതേ 5,000 രൂപയ്ക്ക് ഡെബിറ്റ് ചെയ്യുന്നതോടുകൂടി 5,000 ക്യാൻസൽ ചെയ്ത് പോയി. അതുപോലെ തന്നെ ടു ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്നത് അല്ലേ, മേലെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അത് ഡെബിറ്റ് ആയിരുന്നു 5,000 ഉണ്ടായിരുന്നത്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ 5,000 ഡെബിറ്റാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഈ ജേണൽ എൻട്രിയിൽ. സോ അതിന് 5,000 രൂപ നമ്മൾ അത്രയും 5,000 രൂപയ്ക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതാണ് ഇത് ഉദ്ദേശിച്ചത്, ആ സെക്യൂരിറ്റി പ്രീമിയം വെച്ചിട്ട് ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചറിന് സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഒരേ ഒരു എൻട്രിയും കൂടി ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞു, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഷെയർ ഫോർഫീറ്റ് ചെയ്ത സമയത്ത് അല്ല, എവിടെ കാണാൻ പറ്റും, ഏറ്റവും മേലത്തെ ജേണൽ എൻട്രി, ഷെയർ ഫോർഫീറ്റ് ചെയ്ത
നമ്മൾ ഷെയർ ഫോർഫീറ്റ്, ഇതാണ് ഷെയർ ഫോർഫീറ്റ് ലാസ്റ്റത്തെ ജേണൽ ഷെയർ ഫോർഫീറ്റ് ചെയ്ത സമയത്ത് അല്ലേ, ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1750 രൂപ നമ്മളെ കയ്യിലുണ്ട് അല്ലേ. അതായത് മുന്നത്തെ ഷെയർ ഹോൾഡേഴ്സ് അവർ ക്യാൻസൽ ചെയ്ത് പോയതുകൊണ്ട് 1750 രൂപ നമ്മുടെ കയ്യിലുണ്ട്. സോ ആ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് 1750 രൂപയിൽ നമ്മൾ എന്ത് ചെയ്തു, റീഇഷ്യൂ ചെയ്ത സമയത്ത് അല്ലേ ഒരു 500 രൂപ നമ്മൾ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം പുതിയ ആളുകൾ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്ത് ആ ഒരു 250 രൂപ റീഇഷ്യൂ ചെയ്ത സമയത്ത് 8 രൂപയെ കിട്ടിയിട്ടുള്ളൂ. ആ 2 രൂപ നമ്മൾ എടുത്തത് ഈ ഒരു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ആ 2 രൂപ എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ 1750 രൂപയിൽ നമ്മൾ 500 രൂപ നമ്മൾ ഇതിലേക്ക് വേണ്ടി റീഇഷ്യൂയിലേക്ക് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്, 1750 മൈനസ് 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1250 രൂപയാണ് ബാലൻസ് ആയിട്ട് ഈ ഒരു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലുള്ള 1250 രൂപനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റിക്കൊണ്ട് ആ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ഷെയർ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിനെ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അതിൽ വരുന്ന ബാക്കിയുള്ള ബാലൻസിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റിയിട്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് ഫോർഫീറ്റഡ് ഷെയർ അക്കൗണ്ട് അറ്റർ 1750 ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 1750 രൂപയാണ് ആ 250 ഷെയർ ക്യാൻസൽ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള എമൗണ്ട്. സോ അതിൽ നമ്മൾ 500 രൂപ നമ്മൾ പുതിയ റീഇഷ്യൂ ചെയ്ത സമയത്ത് അവർ കൊടുത്തു. ബാക്കിയുള്ള എമൗണ്ടാണ് 1250 എന്ന് പറയുന്നത്. നരേഷൻ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ബാലൻസ് ട്രാൻസ്ഫർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഇനി നമുക്ക് അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ജേണൽ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതായത് നമ്മളൊരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണ് പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്യാഷ് കിട്ടി, ക്യാഷ് പോയി, ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ബാങ്കുമായിട്ട് ക്യാഷായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ക്യാഷ് അക്കൗണ്ടിൻ്റെ ഒരു ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് കാണേണ്ടി വരും അല്ലേ. നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ വന്ന ക്യാഷും പോയ ക്യാഷൊക്കെ നമ്മൾ ഒരു അപ്ഡേറ്റഡ് ആയിട്ട് ക്ലോസിങ് ക്യാഷ് നമ്മളവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഓപ്പൺ ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റനും ഇങ്ങനെ തന്നെ ആയിരിക്കും. ബാങ്ക് അക്കൗണ്ട് നമ്മൾ ആദ്യം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തതിന് ശേഷം ഒരു ഫൈനൽ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലെഡ്ജർ നമ്മൾ എന്താണ്, ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണോ ജേണൽ എൻട്രീസ് ആണോ ഈ ഒരു ക്യാഷുമായിട്ട് അല്ലെങ്കിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, സോ അതൊക്കെ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജേണൽ എൻട്രി നോക്കാം. ഈ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നതാണ് ഇവിടെയാണ്. ഫസ്റ്റ് ജേണൽ എൻട്രി തന്നെ കാണാൻ പറ്റും. നമ്മൾ ക്യാഷ് നമ്മൾ ബാങ്ക് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കമ്പനിയിലേക്ക് ടേക്കൺ ഓവർ ചെയ്യുന്ന ഒരു ജേണൽ എൻട്രി കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൽ ബാങ്ക് അക്കൗണ്ട് 8000 റുപ്പീസ് ഉണ്ട് അല്ലേ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 8000 ടു വെൻഡർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ 8000 റുപ്പീസ് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ കാണിക്കണം അല്ലേ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡർ 8000. പിന്നീട് നമ്മൾ ബാങ്കായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഏതാ നോക്കാം. പിന്നീട് ബാങ്കായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വെൻഡർ അക്കൗണ്ട് ഡെറ്റർ അല്ലേ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം ടു ക്യാഷ് അല്ലേ. അവിടെ ഒരു 14000 രൂപ ക്യാഷായിട്ട് കൊടുക്കുന്നുണ്ട് വെൻഡർക്ക്. അപ്പം നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യും, ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ബൈ വെൻഡർ എന്ന് പറഞ്ഞിട്ട് 14000 കാണിക്കണം. ഓക്കെ, ബൈ വെൻഡർ എന്ന് പറഞ്ഞിട്ട് 14000 ഉണ്ടോ, ബൈ വെൻഡർ എന്ന് പറഞ്ഞിട്ട് 14000 കാണിച്ചു. പിന്നെ അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അടുത്ത ബാങ്കായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് 35,000 എന്നുള്ളത്. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ടിൽ ടു ഷെയർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് 35,000. പിന്നെ നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് ക്യാഷായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ഫൈനൽ കാളിൻ്റെ സമയത്താണ്. ഷെയർ ഫൈനൽ കാള് നമുക്ക് 14,250 രൂപ കിട്ടുന്നതാണ്. സോ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ടു ഷെയർ ഫൈനൽ കാൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ടു ഷെയർ ഫൈനൽ കാൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 14,250 നമ്മൾ കാണിച്ചു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ട്രാൻസാക്ഷൻ ഉണ്ടോ നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും
ഇവിടെ കാണാൻ പറ്റും. അതായത് റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടുന്നതാണ്, 2000 രൂപ നമുക്ക് ക്യാഷ് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുക. അപ്പം ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര രൂപ, 2000 റുപ്പീസ്. അപ്പം ഇവിടെ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 2000 കാണിക്കണം, ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2000 കാണിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ക്യാപിറ്റലായിട്ട് ബാങ്കായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ജേണൽ എൻട്രി ഉണ്ട്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ 95,000 രൂപ ക്യാഷ് കിട്ടുന്നതാണ് അല്ലേ. അപ്പം ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു 7% ഡിബഞ്ചേഴ്സ്. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ 7% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 95,000 കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു എൻട്രിയും കൂടി വരുന്നുണ്ട്. നമ്മൾ ഇവിടെ കാണാൻ പറ്റും പ്രിലിമിനറി എക്സ്പെൻസസ് നമ്മൾ 2000 രൂപ കൊടുത്തു എന്ന് പറയുന്നത് അല്ലേ. അപ്പം പ്രിലിമിനറി എക്സ്പെൻസസ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ബൈ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് 2000 കാണിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ്. സോ ഇത് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ 1,38,250 രൂപയാണ് നമ്മളെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്, 1,38,250 രൂപ. അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കേണ്ട ഒരു ഐറ്റമാണ് ഈ 1,38,250 ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കായി. ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലായി. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ബാലൻസ് ഷീറ്റ് നമ്മൾ പറഞ്ഞതാണ് പുതിയ ഫോർമാറ്റിലാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചാണ് പുതിയ ഫോർമാറ്റിൽ എങ്ങനെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ എഴുതുന്നു. അതിന് ശേഷം അതിന് താഴെ അസറ്റ്സ് നമ്മൾ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ഇവിടെ കാണാൻ പറ്റും ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഐറ്റം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ആണ് അല്ലേ. പുതിയ ഫോർമാറ്റ് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിൽ തന്നെ ഫസ്റ്റ് വരുന്നത് ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ അതിന് സ്പ്ലിറ്റപ്പ് ഉണ്ടാവും, ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, കോൾഡ് അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഈ ഒരു എല്ലാം ഫേസ് വാല്യൂയിൽ നമ്മൾ കാണിക്കാറില്ല. സോ അത് നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് നമ്മളവിടെ കാണിക്കാമെന്ന് പറഞ്ഞത്. അപ്പം ഇവിടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 1 കൊടുത്തു. ഇനി വേറൊരു അക്കൗണ്ടാണ് നമ്മൾ അതിൻ്റെ സ്പ്ലിറ്റപ്പ് കാണിച്ചത്. നോട്ട് നമ്പറിന് താഴെയായിട്ട് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെയാണ് അതിൻ്റെ സ്പ്ലിറ്റപ്പ് കാണിച്ചത്. അപ്പോൾ കാണാൻ പറ്റും നോട്ട് നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമുക്കറിയാം 2 lakh നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 20,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് 2 lakh അല്ലേ. നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കാണാൻ പറ്റും 2 lakh ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ഇഷ്യൂഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത് 8,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അപ്പോൾ അതായത് മൊത്തം ഷെയറാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. കാരണം അപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഈ 8,000 എങ്ങനെ കിട്ടിയത്, 3,000 ഷെയർസ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് 3,000 ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. പർച്ചേസ് കൺസിഡറേഷൻ 3,000 ഷെയർസായിട്ട് കൊടുത്തത്. അപ്പോൾ അവിടെ ഒരു 3,000 ഷെയർസ് ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളൊരു 5,000 ഷെയർസ് വീണ്ടും നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 3,000 + 5,000 8,000 ഷെയർസായിട്ട് ഇൻറ്റു 10 രൂപ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 80,000 രൂപ. അത് അത്രേ ഉള്ളൂ അവിടെ. 80,000 എന്നുള്ള ജസ്റ്റ് അവിടെ ക്ലോസ് ചെയ്തു. ഈ 80,000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കണം. ഷെയർ ക്യാപിറ്റൽ നോട്ട് നമ്പർ 1 നേരെ 80,000 എന്ന് കാണിച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ആ ഫോർമാറ്റ് പ്രകാരം രണ്ടാമത്തെ ഐറ്റം റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അതിന് നോട്ട് നമ്പർ 2 എന്ന് കാണിച്ചു. നോട്ട് നമ്പർ 2 എന്ന് കാണിച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്പ്ലിറ്റപ്പ് ഇവിടെ കാണിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസ് മാത്രം നമ്മൾ നോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് സെക്യൂരിറ്റി പ്രീമിയമാണ്. സെക്യൂരിറ്റി പ്രീമിയം നമുക്കറിയാം ഇവിടെ 1000 രൂപ എന്നുള്ളതാണ്. എങ്ങനെ 1000 രൂപ കിട്ടിയത് നമുക്കറിയാം. സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ 3,000 ഷെയർസ് ഇഷ്യൂ ചെയ്തപ്പോൾ 2 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടിയിരുന്നു അല്ലേ. 2 രൂപ പ്രീമിയം കിട്ടിയത് 3,000 × 2 6,000 നമുക്ക് കിട്ടിയത് അവിടെ ഓർമ്മ ഉണ്ടാവും. മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 6,000 രൂപയായിരുന്നു നമ്മുടെ സെക്യൂരിറ്റി പ്രീമിയം. അതിൽ 5,000 രൂപ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചർ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 6,000 രൂപ സെക്യൂരിറ്റി പ്രീമിയം ഉണ്ടായിരുന്നു. 5,000 രൂപ നമ്മൾ ആ ഒരു ഡിബഞ്ചർ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ബാക്കി എത്ര ഉള്ളൂ ഇനി സെക്യൂരിറ്റി പ്രീമിയം 1000 രൂപ സെക്യൂരിറ്റി പ്രീമിയം ഉള്ളൂ. പിന്നെ ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ 1,250 രൂപ അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അവിടെ കാണാൻ പറ്റും ലാസ്റ്റത്തെ ജേണൽ എൻട്രി അതാണ്ടോ. ഫോർഫീറ്റഡ് ഷെയർസിന് നമ്മൾ ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ 1,250 രൂപ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ 1,250 രൂപയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ അവിടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന സോറി ആ ഒരു ക്യാപിറ്റൽ റിസർവ് പറഞ്ഞത് 1,250 രൂപ അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് പറഞ്ഞത്
1000 പ്ലസ് 1250 2250. ഓക്കെ, ആ 2250 ഇവിടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, 2250. ഇനി അടുത്ത ഐറ്റം, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കഴിഞ്ഞാൽ അടുത്ത ലയബിലിറ്റീസിൽ വരുന്ന ഐറ്റമാണ് നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ലയബിലിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ നോൺ കറൻറ്റ് ലയബിലിറ്റീസിൽ വരുന്ന കുറേ ഐറ്റംസ് ഉണ്ട് ഫോർമാറ്റ് പ്രകാരം. പക്ഷേ ഈ ക്വസ്റ്റ്യനിലുള്ളത് ലോങ് ടേം ബോറോയിങ്സ് ആണ്. ക്വസ്റ്റ്യനിൽ കണ്ടാൽ മനസ്സിലാവും. ക്വസ്റ്റ്യനിൽ ലോങ് ടേം ബോറോയിങ്സ് എന്നുള്ളൊരു ഐറ്റം ഉണ്ടാവും. ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ ലോങ് ടേം ബോറോയിങ്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് 7% ഡിബെഞ്ചേഴ്സ്. അപ്പോൾ ഇത് നോട്ട്സ് ടു അക്കൗണ്ട്സ് ആണ് അല്ലേ. അപ്പം ലോങ് ടേം ബോറോയിങ്സിന് നമ്മൾ മൂന്നാമത്തെ ഒരു നോട്ട് നമ്പർ കൊടുത്തിട്ട് നമ്മളിവിടെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ നമ്മൾ എഴുതി കാണിച്ചു. ലോങ് ടേം ബോറോയിങ്സിന് താഴെ 7% ഡിബെഞ്ചേഴ്സ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ, വേറെ ലോങ് ടേം ബോറോയിങ്സ് ഒന്നുമില്ല. സോ 1 lakh എന്നുള്ളതാണ്. സോ അത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞിട്ട് 1 lakh കാണിച്ചു. പിന്നെ എന്താണ്, കറണ്ട് ലയബിലിറ്റീസ് ആണ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് കഴിഞ്ഞ അടുത്ത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് ഏതൊക്കെ ഉള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റും ലോൺ ഫ്രം വൈ എന്നുള്ളതും ട്രേഡ് പേ അല്ലേ നോക്കാം. യെസ്, ലയബിലിറ്റി സൈഡിൽ കണ്ടോ, കറണ്ട് ലയബിലിറ്റീസിൽ പെട്ടതാണ് ലോൺ ഫ്രം വൈ എന്ന് പറയുന്നത് 14,000 റുപ്പീസ് എന്ന് പറയുന്നത്. അതേപോലെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സിന് നമ്മൾ പുതിയ ഫോർമാറ്റ് പ്രകാരം നമ്മൾ അക്കൗണ്ട്സ് പേയബിൾസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഓക്കെ, കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ ഒന്ന് ലോൺ ഫ്രം വൈ എന്ന് പറയുന്നത് 14,000 രൂപ ഉണ്ട്. പിന്നെ ട്രേഡ് പേയബിൾസ് അല്ലേ, ഫോർമാറ്റ് പ്രകാരം ട്രേഡ് പേയബിൾസ് ട്രേഡ് പേയബിൾസ് കൊണ്ട് മീൻ ചെയ്യുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സിനെയാണ്. അപ്പോൾ അതിനെ നോട്ട് നമ്പർ 4 എന്ന് കൊടുത്തിട്ട് നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിലുണ്ടാവും ട്രേഡ് പേയബിൾസ്, അതായത് ക്രെഡിറ്റേഴ്സ് കൊടുത്തു 10,000 രൂപ കാണിച്ചു, അതവിടെ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ അടുത്തത് എന്താണ്, ഇത്രയേ ഉള്ളൂ. എന്ത്, ലയബിലിറ്റി സൈഡിൽ ഇത്രയും ഐറ്റംസേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, അത് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ലയബിലിറ്റീസ് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് കിട്ടുക 2,06,250 2,06,250 നമ്മൾ ടോട്ടൽ ലയബിലിറ്റീസ് കിട്ടുക. ഇനി അസറ്റ് സൈഡിലാണ് ലയബിലിറ്റീസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അസറ്റാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റിൽ വരുന്ന ആ ഫോർമാറ്റിൽ ഫസ്റ്റ് ഐറ്റം വരുന്നത് നോൺ കറണ്ട് അസറ്റ്സും പിന്നെ കറണ്ട് അസറ്റ്സും ആണ്. അപ്പോൾ നോൺ കറണ്ട് അസറ്റ്സിൽ വരുന്നത് ഫിക്സഡ് അസറ്റ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്കുള്ള ഫിക്സഡ് അസറ്റ്സ് നോക്കാം. അപ്പോൾ ഫിക്സഡ് അസറ്റ്സിന് വീണ്ടും കാറ്റഗറൈസേഷൻ ഉണ്ട്, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടാഞ്ചിബിൾ അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ പറ്റും നോട്ട് നമ്പർ 5 എന്ന് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ പോയി നോട്ട്സ് ടു അക്കൗണ്ട്സിൽ നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സ് പറഞ്ഞാൽ നമുക്ക് ആകെ എന്താണ്, ടാഞ്ചിബിൾ അസറ്റ്സ് കാണാൻ പറ്റാവുന്ന അസറ്റ്സ് നമുക്ക് ഫിക്സഡ് അസറ്റ്സ് മാത്രമേ നമുക്ക് ടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ടുള്ളൂ അല്ലേ. നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് 32,000, അതായത് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് 32,000 എന്ന്, വേറെ ടാഞ്ചിബിൾ അസറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അത് 32,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ അടിയിൽ അണ്ടർലൈൻ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ 32,000 ഇവിടെ കാണിച്ചു, ടാഞ്ചിബിൾ അസറ്റ്സ് 32,000. പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, നോട്ട് നമ്പർ 6 എന്ന് കൊടുത്തു. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഗുഡ് വില്ല് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്ത സമയത്ത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഫസ്റ്റ് ജേണൽ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഡെബിറ്റ് 2,000 രൂപ കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുഡ് വില്ല് കാണിച്ചിരുന്നു. അപ്പോൾ ആ ഗുഡ് വില്ലാണ് ഇവിടെ 2,000 രൂപ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. സോ ഇതേപോലെ ഈ 2,000 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കും. ഓക്കെ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് 2,000. അപ്പോൾ ഇത്രയാണ് നോൺ കറണ്ട് അസറ്റ്സ്. ഇനി കറണ്ട് അസറ്റ്സ് ഏതൊക്കെ നോക്കാം. അപ്പം കറണ്ട് അസറ്റ്സിൽ ആ ഫോർമാറ്റിൽ ഫസ്റ്റ് വരുന്നത് ഇൻവെൻട്രീസ് ആണ്. ഇൻവെൻട്രീസ് 7 എന്നുള്ളത് നോട്ട് നമ്പർ കൊടുത്തു. ദെൻ നോട്ട്സ് ടു അക്കൗണ്ട്സിലേക്ക് പോവുകയാണ് നമ്മൾ. നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ്. ബാലൻസ് ഷീറ്റ് നോക്കിയാൽ കാണാൻ പറ്റും 12,000 രൂപയാണ് നമ്മളെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ അത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് 12,000 കാണിച്ചു. പിന്നെ ട്രേഡ് റെസീവബിൾസ് ആണ്, അതിന് 8ാമത്തെ നോട്ട് നമ്പർ കൊടുത്തു.
ദെൻ എട്ടാമത്തെ നോട്ട് നമ്പർ ഇവിടെ സ്പ്ലിറ്റപ്പ് കാണിച്ചു. എട്ടാമത്തെ എന്താണ്? ട്രേഡ് റെസീവബിൾസ്. ട്രേഡ് റെസീവബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൺട്രി ഡെറ്റേഴ്സിനാണ് നമ്മൾ പുതിയ ഫോർമാറ്റ് പ്രകാരം ട്രേഡ് റെസീവബിൾസ് എന്ന് പറയുന്നത്. സോ സൺട്രി ഡെറ്റേഴ്സ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നത് 20,000 റുപ്പീസാണ്. ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ടാവും. സോ അത് നോക്കിയാൽ കാണാൻ പറ്റും. സൺട്രി ഡെറ്റേഴ്സ് 20,000 ആണ്. സോ വേറെ അഡീഷൻസ് ഒന്നുമില്ല. സോ അതേപോലെ ആ 20,000 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആണോ ട്രേഡ് റെസീവബിൾസ് 20,000 കാണിച്ചു. പിന്നെ അടുത്ത കറണ്ട് അസറ്റ്സിൽ വരുന്ന ഒരു ഐറ്റമാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 9ാമത്തെ ഒരു നോട്ട് നമ്പർ കൊടുത്തു. 9ാമത്തെ നോട്ട് നമ്പർ കൊടുത്തു. അപ്പോൾ 9ാമത്തെ നോട്ട് നമ്പറിൽ നമ്മൾ കാണാൻ പറ്റും ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ, ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഈ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തതാണ്. നമുക്ക് കാണാൻ പറ്റും ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ ബാങ്ക് അക്കൗണ്ട്. സോ അതിൻ്റെ ബാലൻസ് എത്രയാണ്? 1,38,250. അതാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അതാണ് നമ്മളിവിടെ ഈ ഒരു ഇതിൽ കാണിക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്? കേട്ടോ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1,38,250 അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ലാസ്റ്റത്തെ ഒരു ഐറ്റം കൂടി ഉണ്ട്, അതർ കറണ്ട് അസറ്റ്സ്. ആ ഫോർമാറ്റിൽ വരുന്ന അതർ കറണ്ട് അസറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ 10ാമത്തെ ഒരു എന്ത് കൊടുത്തു? 10ാമത്തെ നോട്ട് നമ്പർ കൊടുത്തു. ഓക്കെ, അവിടെ കാണാൻ പറ്റും അതർ കറണ്ട് അസറ്റ്സിൽ നമുക്ക് ഒരേ ഒരു ഐറ്റം നമുക്കുള്ളൂ, പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്ന 2,000 രൂപ ഇൻകർ ചെയ്ത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 2,000 രൂപ പ്രിലിമിനറി എക്സ്പെൻസസ് വന്നു എന്നുള്ളത്. സോ ആ 2,000 രൂപയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പിന്നെ അതർ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2,000 കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും എമൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ, അസറ്റ്സിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്. സോ അതിന് ടോട്ടൽ നമുക്ക് വരെ 2,06,250 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമുക്ക് ടാലി ആയിട്ടുണ്ട്. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് 2,06,250 കിട്ടി. അതോടൊപ്പം തന്നെ ടോട്ടൽ അസറ്റ്സും 2,06,250 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രമാത്രം അത് മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും മാക്സിമം ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമത്തിൽ ഞാൻ ഈ ഒരു ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും. എന്തെങ്കിലും ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടി കാണാൻ പറ്റും. സോ ആ ഒരു ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.